ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ ബെഞ്ചിന്റെ പുതിയ നിർവചനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. പുതിയ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുവരെ ഈ സ്റ്റേ തുടരും. ആരവല്ലിയുടെ ഭാഗമായി കണക്കാക്കാൻ കുന്നുകൾക്ക് 100 മീറ്റർ ഉയരം വേണമെന്ന നിർവചനമാണ് സ്റ്റേ ചെയ്തത്. ഖനന മേഖല സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ ആരവല്ലി പർവ്വതനിരയെ സംരക്ഷിക്കണമെന്ന ആവശ്യം അത് പ്രതിഷേധമായി ഒക്കെ ഉയരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ആശ്വാസമായ ഒരു നടപടി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തി? പ്രജനി, ആരവല്ലി പർവ്വതനിരയുമായി ബന്ധപ്പെട്ട മുൻ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ ബെഞ്ചിന്റെ ആ പുതിയ നിർവചനം വലിയ വിവാദങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് ഇടയാക്കിയത്. ആ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സുപ്രീം കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്തത്. അതിന്ന് പരിഗണിക്കവെയാണ് ഒരു ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാനായി സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് നിലവിലെ ആ മേഖലയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ വിദഗ്ധ സമിതിയായിരിക്കും ഇനി പരിശോധിക്കുക. അതിനുശേഷം അത് കോടതിയെ അറിയിക്കുകയായിരിക്കും ഉണ്ടാവുക. ആ പുതിയ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുവരെ മുൻ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ ബെഞ്ചിന്റെ ആ പുതിയ നിർവചനം സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ആ പഴയ കമ്മിറ്റിയുടെ ശുപാർശകളും അതിനെ തുടർന്ന് അന്നുണ്ടായ കോടതിയുടെ നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കക്ഷികൾക്ക് നോട്ടീസും ഈ വിഷയത്തിൽ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എന്നാൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചത് നിലവിൽ സംസ്ഥാനങ്ങൾക്ക് ഈ ഖനനം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്തായാലും ആരവല്ലി വിഷയത്തിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായക ഇടപെടലാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പ്രജിൻ, യെസ്, മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് അറിയിച്ചിരിക്കുന്നത്. പർവ്വതനിരയുടെ സംരക്ഷണത്തിനായി എന്ത് നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാണ് എന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഒരു ഫലമുണ്ടാകുന്നു എന്നത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.